കാഴ്ചകൾ അങ്ങേ സന്നിധി അർപ്പിക്കും നീ കാഴ്ചകൾ അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോട് അടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമിയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. അവൻ അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കുവാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമിയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമിയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. അവർ വലയിറക്കി. അപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളങ്ങളിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. തമ്പുരാൻ കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിത സാഹചര്യത്തെ മാറ്റും. നിന്റെ ജീവിത അവസ്ഥകളെ മാറ്റും. ഒരു ദൈവ പൈതൽ ഏതാനും നാളുകൾക്ക് മുമ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ എഴുതി തന്ന ഒരു സാക്ഷ്യം. എൻ്റെ പേര് മേഴ്സി. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹത്തിന് നന്ദി അർപ്പിക്കുവാനാണ്. 3 മാസം മുമ്പ് വയറിൻ്റെ വലതേ സൈഡിൽ വേദന ഉണ്ടാവുകയും ഡോക്ടറെ കാണിച്ചപ്പോൾ അൾട്രാസൗണ്ട്, MRI ഇവയൊക്കെ ചെയ്യാൻ പറഞ്ഞു. റിസൾട്ടിൽ 8 മില്ലിമീറ്ററിൻ്റെ ഒരു സ്റ്റോൺ ഉള്ളതായും കിഡ്നിയിലും ട്യൂബിലും വെള്ളം കെട്ടിക്കിടക്കുന്നതായും ട്യൂബ് 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ചുരുങ്ങിക്കിടക്കുന്നതായും കണ്ടു. കല്ല് പോകുന്നതിനുള്ള മരുന്ന് തന്നിട്ട് ചുരുങ്ങിക്കിടക്കുന്ന ഭാഗം ഒരു മേജർ സർജറിയിലൂടെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നും പറഞ്ഞു. ഇത് അത്ര നിസ്സാരമായ ഒരു ഓപ്പറേഷൻ അല്ല എന്നും ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ ഈശോയോടും പുണ്യാളച്ചനോടും 9 ആഴ്ച തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് നേർച്ച നേർന്നു. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാൻ ഇടവരുത്തരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, തുടർന്ന് നടന്ന പരിശോധനയിൽ എൻ്റെ വയറ്റിലുണ്ടായിരുന്ന ആ കല്ല് പോയതായും മുകളിൽ പറഞ്ഞ അസുഖങ്ങളൊന്നും എനിക്കില്ല എന്നും ഒരു ട്രീറ്റ്മെൻറ്റിന് പോലും ആവശ്യമില്ല എന്നും ഡോക്ടർ സർട്ടിഫൈ ചെയ്തു. സ്കാൻ റിപ്പോർട്ട് ഇതോടൊപ്പം ഞാൻ വയ്ക്കുകയും ചെയ്യുന്നു. മെഡിക്കൽ സ്കാൻ റിപ്പോർട്ട് ആ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. 3 ആഴ്ചകൾക്ക് മുമ്പ് സ്റ്റോൺ ഉണ്ടായിരുന്നു. 3 ആഴ്ചകൾക്ക് മുമ്പ് ട്യൂബ് കുരുങ്ങിക്കിടക്കുന്നു. അത് സർജറി കൊണ്ട് നീക്കിയില്ലെങ്കിൽ ഇതാ വലിയൊരു രോഗപീഠയിലേക്ക് പോകാവുന്ന അവസ്ഥ. ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവം നിൻ്റെ ജീവിതത്തിൽ അഭിഷേകമായി മാറുമ്പോൾ നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. ഇതാ തിരുവചനം പറയുന്നു, ഈശോ കർത്താവ് ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. തമ്പുരാൻ കർത്താവ് തടാകത്തിൻ്റെ തീരത്ത്, നോക്കിയാൽ അന്തമില്ലാത്ത രീതിയിൽ വിശാലമായ തടാക തീരത്ത് തമ്പുരാൻ നിൽക്കുകയാണ്. യൂദയ നിവാസികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ മുഴുവനുവാ ഈ ഗനേസറത്ത് തടാകം. കർത്താവ് നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലാണ് ഓരോ നിമിഷവും വന്ന് നിൽക്കുന്നത്.
ഇതോ ഈശോ കർത്താവ് കാണുന്നു 2 വള്ളങ്ങൾ. വള്ളത്തിൽ നിന്ന് മീൻപിടുത്തക്കാർ വെളിയിലിറങ്ങി അവർ വല കഴുകിക്കൊണ്ട് ഒരു പരാജയപ്പെട്ട ഒരു മനുഷ്യരുടെ ചിത്രം ഇവിടെ കാണുകയാണ്. ഈശോ ഒരു പരാജയക്കരയിൽ വന്ന് നിൽക്കുകയാണ്. ഈ മീൻപിടുത്തക്കാരുടെ പരാജയത്തിൻ്റെ തീരത്ത് തമ്പുരാൻ കർത്താവ് വന്ന് നിൽക്കുക. ആ പരാജയത്തിൻ്റെ ഇടത്തിലേക്ക് അവിടുന്ന് ചുവട് വെക്കുകയാണ്. പത്രോസിൻ്റെതാണ് വള്ളം. പത്രോസിനോട് ചോദിക്കുന്നില്ല, തമ്പുരാൻ കർത്താവ് അതിലേക്ക് പ്രവേശിക്കുക. കാരണം തമ്പുരാൻ കർത്താവിന് ശിമയോനെ പരിചയമുണ്ട്. നീ ചോദിച്ചില്ലെങ്കിൽ പോലും, നീ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും നിന്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ചുവട് വയ്ക്കും. നിന്റെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ചുവട് വയ്ക്കും. നീ ഒരിക്കലെങ്കിലും ഈ പൊന്നു തമ്പുരാനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും അവിടുത്തെ മുമ്പിൽ നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നിശ്ചയമാണ് പൈതലെ നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ചുവട് വയ്ക്കുക. ഇതാ ദൈവമക്കളെ, തിരുവചനം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുക, കർത്താവ് പറഞ്ഞു, കരയിൽ നിന്ന് അല്പമൊന്ന് മാറ്റിയിട്ടെ, കരയിൽ നിന്ന് അല്പമൊന്ന് മാറ്റിയിട്ടെ. നിനക്ക് നിൻ്റേതായ സുരക്ഷിതങ്ങൾ കാണും, നിൻ്റേതായ ഉറപ്പുകൾ കാണും, നിൻ്റേതായ രക്ഷയുടെ ഇടങ്ങൾ കാണും. പക്ഷേ തമ്പുരാൻ കർത്താവ് പറയുന്നു, നിന്റെ രക്ഷ, നിന്റെ അനുഗ്രഹം ഇനി ഞാനായി മാറുക. ഇനി കരയുടെ ഉറപ്പിലല്ല, തീരത്തിൻ്റെ ഉറപ്പിലല്ല, ഈ വള്ളത്തിലിരിക്കുന്ന തമ്പുരാൻ്റെ ഉറപ്പിൽ നിനക്ക് നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദൈവമക്കളെ, തമ്പുരാൻ കർത്താവ് തരുന്നൊരു അഭിഷേകം ഇതാ. നമ്മുടെ ഉറപ്പിലല്ല, തമ്പുരാൻ്റെ ഉറപ്പിൽ, എൻ്റെ കൂടെയുള്ള കർത്താവിൻ്റെ ഉറപ്പിൽ എനിക്കിനി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തിരുവചനം പറയുന്നു, അവൻ അവിടെ നിന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിത മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വള്ളത്തിൽ കർത്താവ് വചനം പറയുക. ഏതൊരു ജീവിതത്തിലേക്ക് വചന പെരുമഴ പെയ്യുന്നുവോ, ഏതൊരു വ്യക്തി വചനത്തെ സ്വീകരിക്കുന്നുവോ, ഏതൊരു വ്യക്തിയുടെ ജീവിതവും ഇടങ്ങളും വചനത്തിന് ഇടങ്ങളായി മാറുന്നുവോ, ആ ഇടങ്ങൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഈശോ വചനം അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവരോട് പറയുന്നു, ഇതാ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ശിഷ്യം ഈ മീൻപിടുത്തക്കാർക്കറിയാം എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടതെന്ന്. ഒരു മരപ്പണിക്കാരനായ തമ്പുരാൻ കർത്താവ് മീൻപിടുത്തക്കാരായ ആ വ്യക്തികളോട് പറയാം, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. പത്രോസിന് പെട്ടെന്ന് ഉത്തരമുണ്ട്, ഇന്നലെ രാത്രി മുഴുവൻ മീൻ പിടിക്കേണ്ട സമയമാണ് രാത്രികാലം. രാത്രികാലം വല വീശിയാൽ നിറച്ച് മീൻ കിട്ടൂ എന്ന് ഈ ശിമയോൻ അറിയാം. അതുകൊണ്ട് തന്നെ ശിമയോൻ പറഞ്ഞു, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ കഷ്ടപ്പെട്ടതാ. ദൈവ പൈതലെ, നിന്റെ സീസണില്, അനുകൂല സാഹചര്യത്തില് നീ കഷ്ടപ്പെട്ടാലും നിന്റെ വലയിൽ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാകണമെന്നില്ല. നിന്റെ അറിവും നിന്റെ കഴിവും നിന്റെ പ്രത്യേകതകളും ഒന്നും നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിന്റെ എക്സ്പെർട്ടൈസേഷൻ വർക്ക് ചെയ്യില്ല. ഡോക്ടറിന് രോഗം വന്നാൽ എനിക്ക് മരുന്നിനെ പറ്റി അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ കാര്യം. ഈ ഡോക്ടറിന് എനിക്ക് നല്ല പരിചയമുള്ളൊരു ഡോക്ടർ കൂടിയാണ്. കടുത്ത ഡിപ്രഷന് അടിമയായിരുന്നു ഈ ഡോക്ടർ. കടുത്ത ഡിപ്രഷന് അടിമയായ നല്ലൊരു ഡോക്ടർ. ഈ ഡിപ്രഷൻ വന്നാൽ 2-3 ദിവസം കിടക്കയിൽ കിടന്ന കിടപ്പ്. ഈ ഡോക്ടർ ഒരു ദിവസം കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. എന്നോട് പറഞ്ഞു, ഞാൻ ഡോക്ടറാണ്. ഞാൻ പറഞ്ഞ്, എൻ്റെ ഡോക്ടറെ, എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ കാര്യമുള്ളത്? എനിക്കെങ്ങനെ സുഖപ്പെടുത്താൻ പറ്റുന്നത്? ഡോക്ടർ പറഞ്ഞു, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അച്ഛൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് സുഖപ്പെടുത്തും. ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഡോക്ടർ വീണ്ടും സ്റ്റേജിലേക്ക് കടന്നു വരുന്നത്. അവർ സ്റ്റേജിലേക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞത് ഇതാണ്, വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റാതിരുന്ന രോഗപീഠ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഈ സഹോദരിയെ സ്പർശിച്ചിട്ടില്ല. എന്നിട്ട് ഈ ഡോക്ടർ പറഞ്ഞതാ, അച്ഛാ, ഡോക്ടർമാർക്ക് ചികിത്സിക്കാനല്ലേ പറ്റത്തുള്ളൂ, ദൈവമല്ലേ സുഖപ്പെടുത്തുന്നത്. അതേ, ഡോക്ടർമാർക്ക് ചികിത്സിക്കാനേ പറ്റത്തുള്ളൂ, ദൈവമാണ് സുഖപ്പെടുത്തുന്നത്. ഇതാ ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറയുന്നു. ആഴത്തിലേക്ക് നീക്കി നീ പറഞ്ഞത് കൊണ്ട്, just because you said it, നീ അത് പറഞ്ഞത് കൊണ്ട് മാത്രം ഇതാ ശിമയോൻ വലയിറക്കുന്നു. ശിമയോൻ, തിരുവചനം നമ്മൾ പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കുക. ശിമയോൻ്റെ വല നിറഞ്ഞു, ശിമയോൻ്റെ വള്ളം നിറഞ്ഞു. കൂട്ടുകാരൻ്റെ വല നിറഞ്ഞു, കൂട്ടുകാരൻ്റെ വള്ളം നിറയുകയാണ്.
ദൈവമക്കളെ, നിന്റെ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യം നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത, നീ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരഭിഷേകം നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് തരാൻ പോവാ. നീ ഏതവസ്ഥയിലായിരുന്നാലും ശരി, ഏത് രോഗപീഠയിലോ, ഏത് മരണക്കിടക്കയിലോ, ഏത് തകർച്ചയിലോ ആണെങ്കിലും ശരി, നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. അവനൊന്ന് ചുവട് വെച്ചാൽ, അവൻ നിന്റെ ജീവിതത്തിലേക്ക് ചുവട് വെച്ചാൽ, അവൻ നിന്റെ ജീവിതമാകുന്ന നൗകയിലേക്ക് പ്രവേശിച്ച, അവൻ നിന്റെ ജീവിതത്തിലേക്ക് വന്ന് വചനം പറഞ്ഞ, നീ അവൻ്റെ വചനമൊന്ന് കേട്ട, നീ അവൻ്റെ അടുത്തൊന്നിരുന്ന, നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. പൈതല്, തമ്പുരാന്റെ കൃപയൊന്ന് ആഗ്രഹിച്ച്, തമ്പുരാന്റെ അഭിഷേകമൊന്ന് ആഗ്രഹിച്ച്, ഇതാ കർത്താവ് ശൂന്യമായ വലയും ശൂന്യമായ വഞ്ചിയുമുള്ള നിന്റെ ജീവിതത്തിലേക്ക്, തോറ്റ് തുന്നം പാടിയ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കഴിവുകളൊന്നും ഫലപ്രദമല്ലാത്ത ജീവിതത്തിലേക്ക്, നീ വലിയ പരാജയമായി തീരുന്ന ജീവിതത്തിലേക്ക് ഇതാ നിന്റെ ദൈവം കടന്നു വരാൻ പോവാ. ദൈവമക്കൾ ഇരുകരങ്ങൾ ഉയർത്തി പൊന്നു തമ്പുരാനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച, യേശുവേ, 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 യേശുവേ. ഈശോയെ, ഈശോയെ, നിന്റെ മക്കളെ ഒന്ന് കാണണേ കർത്താവ്. വല കഴുകി കരയ്ക്ക് കയറാൻ പോകുന്നവര്, അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തവര്, ചെയ്തതൊന്നും വിജയിക്കാത്തവര്, പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടു പോയവര്, പലതവണ എഴുതിയിട്ടും ജയിക്കാത്ത പരീക്ഷകള്, പല പ്രോജക്റ്റുകളും ഫെയിലായി പോകുന്നവര്, സ്വപ്നങ്ങളൊന്നും ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാത്തവര്, ഈശോയെ, ഈശോയെ, വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവര്, നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവമേ നീ ഇടപെട്ടിട്ടില്ലല്ലോ, നാളുകളായിട്ട് ഉപവസിച്ചിട്ട് നീ ഒന്ന് കണ്ടില്ലല്ലോ, നാളുകളായിട്ട് നിലവിളിച്ചിട്ട് നീ ഒന്ന് കേട്ടില്ലല്ലോ. ഈശോയെ, 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 സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കള്. നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നിങ്ങളുടെ കുടുംബമാകുന്ന നൗക, നിങ്ങളുടെ ജീവിതമാകുന്ന വഞ്ചി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നിന്റെ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് സമർപ്പിച്ച്, നിന്റെ മാതാപിതാക്കള്, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നിന്റെ സഹോദരങ്ങള്, നിന്റെ പ്രിയപ്പെട്ടവര്, യേശുവേ, യേശുവേ, യേശുവേ. രോഗികളായിട്ടുള്ളവരൊക്കെ ഒന്ന് സമർപ്പിച്ച്, നിന്റെ പ്രിയപ്പെട്ടവർ രോഗികളായിരിക്കുന്നവര് നീ വിശ്വസിക്കുക, ദൈവം ഇടപെടും ഈ സമയത്ത്, ദൈവം സുഖപ്പെടുത്തും ഈ നിമിഷത്തില്. ഈശോയെ, പലതരത്തിൽ തടസ്സങ്ങളായിരിക്കുന്നവര്, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്ന മക്കള്, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്ന മക്കള്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് കഴിയുന്നവര്, പലതരത്തിൽ ബന്ധനങ്ങളിലായിരിക്കുന്നവര്, ദൈവവിശ്വാസമില്ലാതെ കഴിയുന്നവര്, ദൈവത്തെ ഉപേക്ഷിച്ച് പോയവര്, യേശുവേ, യേശുവേ, യേശുവേ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മക്കള്, ദേശത്ത് സമാധാനം ഉണ്ടാവട്ടെ, ദേശത്ത് ദൈവഭയം ഉണ്ടാവട്ടെ, ദേശത്ത് നന്മയുണ്ടാവട്ടെ, ദേശത്ത് കരുണയുണ്ടാവട്ടെ. ഈശോയെ, ഈശോയെ, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു,
ഞങ്ങളുടെ സ്കൂളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡോക്ടർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നേഴ്സസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജയിലുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. സാധിക്കും. ദൈവമക്കളെല്ലാം മുട്ടിന്മേൽ നിൽക്കുക. സ്വർഗത്തിൽ നിന്നൊരു സമ്മാനം സ്വീകരിക്കാൻ പോവുക. നിനക്ക് പോലും വിശ്വാസം വരാത്തൊരു അനുഗ്രഹം നിനക്ക് നിന്റെ ദൈവം തരാൻ പോവുക. നിന്റെ ജീവിതത്തിലേക്ക് അവിടെ ഇടപെടാൻ പോവുക. തമ്പുരാൻ നിന്നോട് കരുണ കാണിക്കാൻ പോവുക. തമ്പുരാൻ നിനക്കൊരു വരം തരാൻ പോവുക. തമ്പുരാന്റെ മക്കളിലേക്ക് ഇരുകരങ്ങൾ വന്ന് നീട്ടിക്ക. എല്ലാ മക്കളും ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ, 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 യേശുവേ. ഈശോയ, ഈശോയ, നിന്റെ മക്കളെ നീ ഒന്ന് തൊടണേ കർത്താവേ. നിന്റെ മക്കളുടെ ജീവിതങ്ങളിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ. ഈ കുടുംബങ്ങളിലേക്ക് നീ വരണമേ. ഈ രോഗക്കിടങ്ങളിലേക്ക് നീ വരണമേ. ഈ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് നീ വരണമേ. ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് നീ കടന്നു വരണമേ. രോഗപീഠങ്ങളിലേക്ക് വരണമേ. കുടുംബ തകർച്ചകളിലേക്ക് വരണമേ. നിരാശകളിലേക്ക് വരണമേ. ഈ കണ്ണീരിലേക്ക് വരണമേ. ഈ വേദനകളിലേക്ക് വരണമേ. യേശുവേ, യേശുവേ, യേശുവേ. ഈശോയ, ഈശോയ, പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് ബാബായോട് ചേർന്ന്, അഭിമന്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിമന്യ പിതാക്കന്മാരോട് ചേർന്ന്, ഇതാ കർത്താവിന്റെ പുരോഹിതൻ ദിവ്യകാന സന്നിധിയിൽ നിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മാറാരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, സർജറികൾ ആവശ്യമായിരിക്കുന്ന അവസ്ഥകൾ, കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥകൾ, കേൾവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ഓർമ്മ നഷ്ടപ്പെടുന്നവ, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങളുള്ളവ, നേർവ് സംബന്ധമായ രോഗങ്ങളുള്ളവ, ശരീരം തളർന്നു പോയവ, കോമയിലായിരിക്കുന്നവ, ഉദര സംബന്ധമായ രോഗങ്ങളുള്ളവ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവ, ലിവറിന്റെ രോഗപീഠകൾ, മഞ്ഞപ്പിത്ത രോഗപീഠകൾ, പാൻക്രിയാസിന്റെ രോഗപീഠകൾ, അസ്ഥി രോഗപീഠകൾ, ത്വക്ക് രോഗപീഠകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുങ്ങൾ, ഡൗൺ സിൻഡ്രോമായ കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, മാനസിക അസ്വസ്ഥതകളുള്ള കുഞ്ഞുങ്ങൾ, ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. രോഗപീഠകളുള്ളവര്, രോഗപീഠയുള്ള ശരീരഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചോളുക. രോഗപീഠ പ്രിയപ്പെട്ടവർ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ തൊട്ട് പ്രാർത്ഥിച്ചോളുക. രോഗപീഠ പ്രിയപ്പെട്ടവർ ആശുപത്രികളും ദൂര സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ മുഖങ്ങൾ കണ്ടെന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവേ, യേശുവേ, യേശുവേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, മാതാപിതാക്കളും മക്കളും കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങൾ, കൂടെ കൂടെ തകർച്ചകൾ വരുന്ന കുടുംബങ്ങൾ, ദുരിതങ്ങൾ വരുന്ന കുടുംബങ്ങൾ, കൂടെ കൂടെ മരണങ്ങൾ സംഭവിക്കുന്ന കുടുംബങ്ങൾ, അപകടങ്ങൾ ഉണ്ടാകുന്ന കുടുംബങ്ങൾ, മദ്യത്തിനും മറ്റു തിന്മകൾക്കും അടിപ്പെട്ട് കഴിയുന്ന ജീവിത അവസ്ഥകളുള്ളവ, തകർച്ചകളിലൂടെ നീങ്ങുന്നവ, കടക്കണികളിലൂടെ നീങ്ങുന്നവ, വലിയ പ്രയാസങ്ങൾ ദുഃഖങ്ങൾക്ക് അടിപ്പെട്ടവ, കടുത്ത നിരാശയ്ക്ക് അടിപ്പെട്ട് കഴിയുന്നവ, ബന്ധനം അഴിയട്ടെ, കൃപയൊഴുകട്ടെ, ബന്ധനം അഴിയട്ടെ, കൃപയൊഴുകട്ടെ, 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 കൃപയൊഴുകട്ടെ. ഒരിക്കൽ കോടി കരങ്ങളെ സ്തുതിക്കാമോ? യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ, യേശുവേ. ഉദര സംബന്ധമായ രോഗങ്ങളുള്ളവർ,
വയറിന്റെ വലതുവശത്തായിട്ട് ഒരു മുഴയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. ആ മുഴയ്ക്ക് ഒരു വേദനയുള്ള മുഴയാണ്. അത് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഉദര സംബന്ധമായ രോഗങ്ങൾ, വയറ്റിൽ ഗ്രോത്തുകളൊക്കെ ഉള്ളവര്, അതുപോലെ ഫൈബ്രോയിഡുകൾ, സിസ്റ്റുകളൊക്കെ ഈശോ കർത്താവ് എടുത്ത് മാറ്റുകയാണ്. ഏതാണ്ട് 24 പേർക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, സ്തുതിച്ച് പ്രാർത്ഥിച്ച്. നട്ടെല്ല് സംബന്ധമായിട്ട് രോഗപീഠകളുള്ളവര്, ഇതാ നടുവിന് സർജറികൾ വേണ്ടവര്, കാലുകൾക്ക് മരപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥകളുള്ളവര്, നട്ടെല്ല് അകലുന്ന, നട്ടെല്ല് തേയുന്ന രോഗപീഠകള് 18 പേർക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, ഇൻഹേലർ ഉപയോഗിക്കുന്ന അവസ്ഥകള്, വലിവിന്റെ അവസ്ഥകള് ഈശോയുടെ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു മക്കൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. 27 പേർക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കങ്ങള്, കടക്കണികള്, ബിസിനസ്സുകൾ തകർന്നിരിക്കുന്നവര്, പുതുതായിട്ട് ബിസിനസ്സുകൾ ആരംഭിക്കുന്നവര് 34 പേര് അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗപീഠകള്, ഹാർട്ട് ഫെയിലിയർ വന്നിട്ടുള്ളവര്, ഹാർട്ട് സർജറികൾ പറഞ്ഞിരിക്കുന്ന അവസ്ഥകളിലുള്ളവര്, ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 26 പേർക്ക് സൗഖ്യം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, അഭിഷേകം സ്വീകരിച്ചത് പ്രാർത്ഥിച്ച്. ഇതാ നിന്നിലേക്ക് ഒരു കൃപയൊഴുകുക, ഇതാ നിന്നിലേക്ക് ഒരു കരുണയൊഴുകുക, ഇതാ നിന്നിലേക്ക് സൗഖ്യം ഒഴുകുക. യേശുവേ, 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 യേശുവേ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. മുട്ടിമേ നിന്ന് കൈകൾ കൂപ്പി പൊന്നു തമ്പുരാൻ ജീവിതത്തിലേക്ക് അഭിഷേകം തരിക. ഈശോയിലേക്ക് നോക്കിക്കോ. ഇന്ന് കേട്ട വചനങ്ങളുടെ മുഴുവൻ അഭിഷേകം തരാൻ പോവുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന, ആരാധന, അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന.